ഹായ്, നമസ്കാരം. എൻ്റെ പേര് ചമൽ രാജ്. ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്ന്, ഒരു യൂസ്ഡ് കാർ, അത് നോക്കുക. രണ്ടാമത്തെ പർപ്പസ് എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷെയറിങ് അക്കോമഡേഷൻ, ഒരു റൂം നോക്കുക. ഇന്ന് ആ രണ്ട് പർപ്പസിനാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ അപ്പം നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതായിരുന്നു മെയിൻ പരിപാടി. നല്ല പുട്ടും ഇന്നലത്തെ ഇറച്ചിയും ചായയും. അപ്പോൾ ചിക്കനാണ് വാങ്ങിച്ചത്. ചിക്കൻ എമൗണ്ട് കുറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. ഞാൻ അതെൻ്റെ അളിയൻ്റെ ഫ്ലാറ്റിലാണ് ഉള്ളത്. അളിയൻ താമസിക്കുന്നത് ജബലാലിയിലാണ്. ഞാൻ താമസിക്കുന്നത് ദുബായിൽ അൽസപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ കുറച്ച് ഗാർഡൻസാണ് സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന. ഇത് ഫ്ലാറ്റ് കോംപ്ലക്സാണ്. ഈ ഫ്ലാറ്റ് കോംപ്ലക്സ് ഇത് മാഗിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇത് പുതിയ ഫ്ലാറ്റ്സാണ് എല്ലാം. അപ്പോൾ അവിടുത്തെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. ഇത് പീഷയുടെ ഒരു മോഡലാണ്. ചെറിയ വണ്ടിയാണ്, പക്ഷെ നല്ല കംഫർട്ടാണ്. ഓടിക്കാനും നല്ല സുഖമാണ്. കാരണം നല്ല റൈഡിങ് കംഫർട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ 2 ലക്ഷം കിലോമീറ്ററോളമായി. വലിയ പണിയൊന്നുമില്ല വണ്ടിക്ക്. ഇതാണ് നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ട ആ മാഗിൻ്റെ ആ കോംപ്ലക്സ്. എൻ്റെ അളിയൻ താമസിക്കുന്ന ആ കോംപ്ലക്സും ആ ഗാർഡനും എല്ലാം കണ്ടത്. ഇത് അതിൻ്റെ ഔട്ട് സൈഡ് വ്യൂയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പിസ്സ കഴിക്കാൻ പോകുന്നതല്ല. നമ്മുടെ സാരഥിക്ക് ചെറിയൊരു ട്രബിൾ പോലെ തോന്നി. ട്രബിൾ എന്ന് വെച്ചാൽ ഒരു വലിവ് കുറവല്ല, എയർ കുറവ് പോലെ. അപ്പോൾ എയർ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എയർ കുറവായിരുന്നു, എയർ ഫില്ല് ചെയ്തു. ഇവിടെ നിന്ന് നേരെ പോയത് ഷാർജയിലാണ്. ഷാർജയിൽ ഒരു റൂം നോക്കാനായിരുന്നു. ഇതൊരു ഷെയറിങ് റൂമായിരുന്നു. 3 ബെഡ്റൂമിൽ 1 ബെഡ്റൂം. ബട്ട് അത് മൊത്തത്തിൽ കൊള്ളത്തില്ലായിരുന്നു. ബാത്റൂമൊന്നും കൊള്ളത്തില്ല, ചെറിയ സ്പേസ്. പിന്നെ ഞാനും എൻ്റെ വൈഫിന് താമസിക്കാനാണ്. അപ്പോൾ അവിടെ ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബാൽക്കണി ഇല്ല, ഡ്രസ്സ് ഉണക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഫുൾ നെഗറ്റീവ്. പിന്നെ ഞങ്ങൾ റൂമിൻ്റെ കാര്യം അവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ച് വരാൻ നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞുള്ള അടുത്ത പ്രോഗ്രാം എന്ന് വെച്ചാൽ യൂസ്ഡ് കാർ. നമ്മുടെ ഷാർജയിൽ യൂസ്ഡ് കാർ മാർക്കറ്റുണ്ട്, പിന്നെ ദുബായിലുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഒരു ബ്രേക്ക് കൂടെ എടുത്തു. അപ്പോൾ യൂസ്ഡ് കാർ നോക്കാൻ പോയാൽ അവിടെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഷാർജയിലെ ഒരു ഫുഡ് ബ്രിഡ്ജാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. 2 സൈഡിൽ നിന്നും വണ്ടികളൊക്കെ കാണാൻ വരുന്ന നല്ലൊരു വ്യൂ ആണ്. പിന്നെ അതിൻ്റെ ഒരു വൃത്തി, എന്നും രാവിലെ തൂത്ത് തുളച്ചൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫുഡ് ബ്രിഡ്ജ്. അപ്പോൾ ഇതാ ഫുഡ് ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് റോഡിൻ്റെ മുകളിൽ കൂടെ. പിന്നെ നമ്മുടെ സ്വന്തം ദം ബിരിയാണി, 2 ചിക്കൻ 1 ഫിഷ്. ഇപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഇതാണ്. ആ ഓവർ ബ്രിഡ്ജ് ഒന്നുകൂടെ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. താഴെ ആ റോഡിൽ വണ്ടി ക്രോസ് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ അവർ തൂത്ത് തുടച്ചൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് നേരെ അപ്പം നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റ്. അപ്പോൾ ഇതാണ് അവിടുത്തെ എൻട്രൻസ് ആണ്. ഈ 2 സൈഡിൽ നിരന്ന് കിടക്കുന്നതാണ് യൂസ്ഡ് കാർസ്. യുഎഇയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ടാക്സ് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് ടാക്സ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ അപേക്ഷിച്ച് ഇവിടെ വണ്ടികൾക്ക് റേറ്റ് നല്ല കുറവാണ്. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് GCC കാർ കിട്ടും. പിന്നെ അതായത് ഗൾഫ് ഏരിയയിൽ ഉപയോഗിക്കുന്ന കാർ. പിന്നെ അമേരിക്കൻ മെയ്ഡ് കിട്ടും, മെയ്ഡ് ഇൻ USA. പിന്നെ മെയ്ഡ് ഇൻ ജപ്പാൻ കിട്ടും.
അങ്ങനെ 3 ഒറിജിനലുള്ള കാറാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ GCC കാറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ GCC എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ഗൾഫ് റീജിയൻ മരുഭൂമിയാണ്. ചൂട് ഇപ്പം തന്നെ കണ്ടില്ലേ, 39 ഡിഗ്രി. അപ്പോൾ ഈ കാറുകൾക്ക് റേഡിയേറ്ററൊക്കെ ഭയങ്കര വലുതായിരിക്കും. നോർമൽ നമ്മളെ യൂറോപ്യൻ കാർസ്, നമ്മുടെ ഇന്ത്യൻ കാർസ് കണക്കായിരിക്കത്തില്ല. ഈ എക്സ്ട്രീം ഹീറ്റുണ്ടല്ലോ, അതിൻ്റെ അത് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ റേഡിയേറ്റർ വളരെ വലുതായിരിക്കും. പിന്നെ AC കൂളിംഗ് നല്ലത് വേണം. അപ്പം വേറെ കൺട്രീസിനെ അപേക്ഷിച്ച് GCC കാറുകൾക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ ഏരിയയിലൊക്കെ ഉള്ളത് റേഞ്ച് റോവർ, ഡോഡ്ജ്, കാഡിലാക്ക്, അതൊന്നും നമ്മളെ പോക്കറ്റിന് പറ്റിയ വണ്ടികളല്ല. ഞാനൊരു 20,000 20,000 ദിറംസ് ആ റേഞ്ചിലുള്ള വണ്ടിയാണ് നോക്കിയത്. നാട്ടിൽ ഏകദേശം 4 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കിയത് ഹോണ്ട സിറ്റി, ഹോണ്ട സിവിക്ക്, പിന്നെ ഹുണ്ടായിര മിഡ് റേഞ്ച്, ആക്സെൻറ്റ്, ഇലാൻട്ര, ഇതൊക്കെയാണ് ഞാൻ നോക്കിയത്. പിന്നെ മസ്ത 6 മസ്റ്റാത്തി കിടക്കുന്ന കിടപ്പ് കണ്ട. നാട്ടിലെ ഒരു 3.5 കോടി രൂപ വരും. അടുത്ത ബെൻലി, ഇതും അങ്ങനെ തന്നെ. നാട്ടിലെ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ബെൻലി, 3 കോടിക്ക് മേളിൽ വരും. ഇതൊന്നും നമുക്ക് അഫോർഡബിൾ അല്ല. അഥവാ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോലും അതിൻ്റെ ആ ഒരു മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും നമ്മുടെ സാലറിയും തികയത്തില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് എത്തിയത് ഹോണ്ട സിവിക്ക്. അവിടെ കുറേയൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയാണ്. ഇതിപ്പോൾ 2008 മോഡലാണ്. അവർ 18,000 ദിറംസ് പറഞ്ഞു. ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഒറിജിനൽ കീ ഇല്ല. വണ്ടി പിന്നെ സിവിക്ക് ഫുള്ളി റീപെയിൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട എവനെ എടുക്കാൻ എൻ്റെ കാശുമില്ല. അപ്പോൾ ഇന്നത്തെ ആ യാത്ര നമ്മളവിടെ അവസാനിപ്പിച്ച് രണ്ടിടത്തും പോയി. ദുബായിലെ യൂസ്ഡ് കാർ മാർക്കറ്റിലും പോയി, ഷാർജയിലെ യൂസ്ഡ് കാർ മാർക്കറ്റിലും പോയി. നല്ല സൂപ്പർ പരാജയമായിരുന്നു. റൂം നോക്കലും പരാജയപ്പെട്ട്, കാർ നോക്കലും പരാജയപ്പെട്ടു ഈ വീക്കെൻഡ്. അപ്പോൾ ഇന്നങ്ങ് അങ്ങനെ അങ്ങ് പോയി. എങ്കിലും കാര്യമില്ല, കുറച്ച് ലോൺ എടുക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ബാങ്കാണ് നമ്മുടെ സാലറി വെച്ച് ബാങ്ക് ലോൺ തരുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. അവിടെ അവരുമായിട്ടൊക്കെ സംസാരിച്ച്, യൂസ്ഡ് കാർ ഡീലേഴ്സുമൊക്കെ ആയിട്ട് സംസാരിച്ച്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഭാവിയിൽ ഇമ്പ്രൂവ് ആവും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫ്രം മല്ലു പ്രവാസി.